ബേസിലേക്ക് സ്വാഗതം. ഞാൻ ബെസ്റ്റ്. നമ്മൾ ഇന്നൊരു തെർമോക്കോൾ കൊണ്ടാണ് വന്നേക്കണേ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു അടിപൊളി അക്വേറിയം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല, നേരെ വീഡിയോയിലേക്ക്. ഇപ്പോൾ നമ്മൾ ആദ്യം സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിൽ നമ്മൾ സിമെൻറ്റും പാറപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ഒരു ഒക്ടഗൺ ഷേപ്പിൽ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ആ വരച്ച ഷേപ്പിൽ നമ്മൾ പരത്തി കൊടുക്കാൻ പോവാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ പരത്തി കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ലെയർ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഇടുക. നമ്മുടെ സിമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ബേസ് വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണങ്ങണതിന് മുമ്പ് നമ്മൾ അതിൻ്റെ വോൾ സെക്ഷൻ തുടങ്ങാൻ പോവാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ തെർമോക്കോൾ. ഇപ്പോൾ നമ്മൾ തെർമോക്കോൾ യൂസ് ചെയ്യുമ്പോൾ 12 mm മിനിമം കനമുള്ള തെർമോക്കോൾ യൂസ് ചെയ്യുക. അതിന് കൂടുതൽ കനമുള്ളതായി കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് ഉറപ്പ് കൂടുതൽ കിട്ടും. ഇത് നമ്മൾ തെർമോക്കോളിൻ്റെ സർഫേസ് നമുക്കൊന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടി ചാന്ത് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബേസിൽ നമ്മൾ വെക്കാൻ പോകണം. അപ്പോൾ അത് വെക്കണതിന് മുമ്പ് ബേസിൽ നല്ല രീതിക്ക് ചാന്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. നമ്മളത് വീണ് പോകാതിരിക്കാനായിട്ട് 2 സപ്പോർട്ട് അടിച്ചു കൊടുക്കുകയാണ്. അത് നമ്മളിപ്പോൾ 2 മരത്തിൻ്റെ കുറ്റിയാണ് അടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഉണങ്ങണ വരെ നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ സിമെൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബേസായിട്ടുള്ള ബേസിൻ്റെ ഭാഗത്തായിട്ട് നമുക്കത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബേസ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ വെക്കുകയാണ്. അടിയിൽ നല്ല രീതിക്ക് ചാന്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് വെക്കുക. ഇതിന് നമ്മളൊരു സപ്പോർട്ട് അടിച്ചു കൊടുക്കുക. നമ്മൾ ആ ചെറിയ പീസും നമ്മൾ സപ്പോർട്ടൊക്കെ വെച്ച് ശരിയാക്കി. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകളും റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മളിത് ഉണക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളത് ഉണങ്ങാൻ വെച്ചിട്ട് പിറ്റേ ദിവസമായി. ഇനി നമ്മൾ വെള്ളം കുറച്ചിട്ട് സിമെൻറ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ചുറ്റും ബോളുകളിലും ജോയിൻറ്റുകളിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അത് ചെയ്യണത് വാട്ടർ പ്രൂഫിങ് കിട്ടാനും പിന്നെ അതിൻ്റെ തെർമോക്കോളിന് ഒരു സ്ട്രെങ്ത്ത് കിട്ടാനുമാണ്. അപ്പോഴാണ് നമ്മുടെ വെള്ളത്തിൻ്റെ പ്രഷർ തെർമോക്കോൾ താങ്ങുള്ളൂ. സിമെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിന് ഗ്ലൗ ഇട്ടിട്ട് ചെയ്യായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കൈ പൊള്ളാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ വെള്ളമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കുക. അത് വോളുമ്പോൾ പിടിക്കണില്ലെങ്കിൽ അതിന് കുറച്ച് സിമെൻറ്റ് പൊടി തെളിച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ ശരിക്കും പിടിച്ചോളൂ. ഇപ്പം നമ്മളത് ഏകദേശം പകുതിയായി. നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ സൈഡുകൾ ഫുള്ള് നമ്മൾ തേച്ച് ശരിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മുടെ അതിൻ്റെ ജോയിൻറ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോയിൻറ്റുകളിലൊക്കെയാണ് ലീക്ക് വരാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ളിടത്ത് തെർമോക്കോൾ ആയതുകൊണ്ട് ലീക്ക് വരാൻ സാധ്യതയില്ല. പക്ഷെ ബാക്കിയുള്ള ജോയിൻറ്റുകളൊക്കെ നല്ല രീതിക്ക് നമ്മൾ ശ്രദ്ധിച്ച് തേക്കണം. നമ്മളതിൽ അപ്ലൈ ചെയ്ത് സിമെൻറ്റ് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചാന്ത് അപ്ലൈ ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചാന്ത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതിൽ ലീക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ആ ജോയിൻറ്റുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ചാന്തടിക്കുക. എന്നിട്ട് അങ്ങനെ നമ്മൾ ഇതിലിപ്പോൾ 2 കോട്ട് ഞങ്ങൾ ചാന്തടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ കോട്ട് ചാന്താണ് അടിക്കണേ. നമ്മളതിനെ മുഴുവൻ ടാങ്കിനും ചാന്തടിച്ച് കൊടുക്കുക. നമ്മൾ ചാന്തുപഴം അടിച്ചതിന് ശേഷം ഉണക്കാൻ വെച്ചു. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് നല്ല ഉറപ്പായി കിട്ടിയത് കൊണ്ട് ഇനി സപ്പോർട്ടുകളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ആ സപ്പോർട്ടായിട്ട് വെച്ച് മരത്തിൻ്റെ കുറ്റികളൊക്കെ എടുത്ത് മാറ്റാം. നമ്മളതിൽ പ്രൈമർ അടിക്കുകയാണ്. നമ്മൾ സിമെൻറ്റും അടിക്കുന്ന സാധാരണ ഇൻറ്റീരിയർ സിമെൻറ്റ് പ്രൈമറാണ് അടിക്കുന്നത്. നമ്മൾ മൊത്തം അടിച്ചു കൊടുക്കണം. കാരണം നമ്മളതിന് മുകളിൽ അടിക്കാൻ പോകുന്ന പെയിൻറ്റ് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈമർ അടിക്കുന്നത്. നമ്മൾ പ്രൈമർ അതിൻ്റെ വക്കിലൊക്കെ നല്ല രീതിക്ക് അടിച്ചു കൊടുക്കണം. നമ്മൾ പ്രൈമറൊക്കെ ഏകദേശം അടിച്ചു കഴിഞ്ഞു. നമ്മൾ പുറത്തും കൂടി നമ്മുടെ പ്രൈമർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രൈമർ പുറത്തും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിൽ അക്വാ ബ്ലൂ പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഇത് നമ്മൾ മീനുകൾക്കൊന്നും ദോഷമില്ലാത്തൊരു പെയിൻ്റാണ്. ഇത് നമ്മൾ സാധാരണ ഇനാമൽ പെയിൻ്റ് ഒന്നും അടിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് നമുക്ക് അക്വേറിയം ഷോപ്പിലും അല്ലെങ്കിൽ സാധാരണ പെയിൻറ്റ് കടയിലും അക്വേറിയത്തിൽ അടിക്കുന്ന പെയിൻ്റ് എന്നോ അല്ലെങ്കിൽ അക്വാ ബ്ലൂ എന്നോ പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്.
അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് അടിഭാഗത്തും സൈഡിലൊക്കെ അടിച്ചു കൊടുക്കുക. അക്വാ ബ്ലൂ പെയിൻറ്റ് നമ്മൾ തിന്നർ യൂസ് ചെയ്ത് അടിക്കുകയാണ് നല്ലത്. തിന്നർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മളെല്ലാ സ്ഥലത്തും നല്ല രീതിക്ക് ഹോളുകളൊന്നും വീഴാത്ത രീതിയിൽ അടിച്ചു കൊടുക്കുക. നമ്മളതിൽ ആ പെയിൻറ്റിൻ്റെയും പിന്നെ സിമെൻറ്റിൻ്റെയും ഒക്കെ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വെള്ളം നിറച്ച് കളയുക. നമ്മളതിൽ ഡെക്കറേഷൻ വർക്ക് ചെയ്യാണ്. നമ്മൾ നല്ല ഭംഗിയുള്ള കല്ലുകളും പിന്നെ ശംഖുകൾ എല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല രീതിക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കും. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അക്വേറിയം ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് സാധനങ്ങൾ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കല്ലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ കിണർ വെള്ളമാണ് ഇപ്പോൾ നിറയ്ക്കുന്നത്. കിണർ വെള്ളം നിറയ്ക്കുന്നത് മീനുകൾക്ക് നല്ലതാണ്. അപ്പോൾ നമ്മളതിൽ അക്വാറ്റിക് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞൊരു ചെടിയും പിന്നെ ആഫ്രിക്കൻ പായലുമാണ് ഇടണത്. പിന്നെ ബട്ടർ കേബേജ് എന്നും പറയും. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ വർക്കൊക്കെ പൂർത്തിയായി. നമ്മളതിൽ മീനുകൾ ഇടാൻ പോവാണ്. വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ എഴുതാൻ കമന്റ് ചെയ്യുക. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അത് റീസെന്റ് സൈനിങ് ഔട്ട്.